ഇനി ലോകത്ത് ഇറാനേ ഉണ്ടാകില്ല, ഇറാൻ ഇനിയൊരു തിരിച്ചുവരവേ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് പരസ്യമായി ആഹ്ലാദപ്രകടനം നടത്തിയ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും ഇപ്പോൾ ഇതാ പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്നും വലിയൊരു പ്രഹരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ വമ്പൻ വാർത്ത കേട്ട് പാശ്ചാത്യ ശക്തികൾ ഇപ്പോൾ ഇതാ അതീവ ഞെട്ടലിൽ കൂടിയാണ്. വെറും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഇറാന്റെ സൈന്യശേഷി പൂർണ്ണമായിട്ടും തങ്ങൾ തകർത്തുവന്ന വമ്പൻ അവകാശവാദങ്ങളുമായി അമേരിക്കയും അതുപോലെ ഇസ്രായേലും രംഗത്തെത്തിയത്. എന്നാൽ ആ വമ്പൻ അവകാശവാദങ്ങളെയും അഹങ്കാരങ്ങളെയും എല്ലാം ഇപ്പോഴത്തെ തകിടം മറിച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം. പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ യുദ്ധത്തിന്റെ കനലുകൾ പൂർണ്ണമായിട്ട് അടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തകർന്നടിഞ്ഞ ആ ചാരത്തിൽ നിന്നും ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വേഗതയിൽ ആ ഒരു സൈനിക യന്ത്രം വീണ്ടും ഇതാ അതിശക്തമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങളിൽ തകർന്നടിഞ്ഞു എന്ന് കരുതിയ ഇറാന്റെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ അതിവേഗം പുനഃസ്ഥാപിക്കപ്പെടുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അക്രമങ്ങളിലൂടെ ഇറാന്റെ പ്രതിരോധശേഷി വർഷങ്ങളോളം പുറകോട്ട് പോയെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒട്ടുമിക്ക നിഗമനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത കുതിപ്പ് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത് കേവലം ഒരു സാധാരണ സൈനിക പുനർനിർമ്മാണമല്ല, മറിച്ച് തങ്ങളെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള കൃത്യമായുള്ള വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഇപ്പോൾ ഇറാൻ ലോകത്തിന് മുന്നിൽ തന്നെ വിളിച്ചു പറയുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഭാഗങ്ങളിൽ നിന്നുള്ള അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ CNN ആണ് ഈ നിർണായക വിവരം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ സൈനിക നട്ടൽ തന്നെ ഒടിച്ചുവെന്നും അവർക്കിനി ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടിവരുമെന്നുമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആദ്യത്തെ വിലയിരുത്തൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പാടെ തെറ്റിച്ചുകൊണ്ട് വെറും 6 മാസം കൊണ്ട് ഇറാൻ എല്ലാം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാം സജ്ജം, പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞു, ഇനി അടുത്ത യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെന്ന അവസ്ഥയാണ് ഇറാൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട 6 ആഴ്ച വെടിനിർത്തൽ കാലയളവിനെ ഇറാൻ വളരെ തന്ത്രപൂർവ്വം തങ്ങളുടെ ഒരു സ്വതന്ത്ര ആയുധമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച ആ നാളുകളിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ സമാധാന ചർച്ചകളെക്കുറിച്ച് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇറാൻ തങ്ങളുടെ തകർന്ന ഡ്രോൺ ഫാക്ടറികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കുന്ന തിരക്കിൽ കൂടിയായിരുന്നു. വെറും 6 മാസത്തിനുള്ളിൽ ഇറാൻ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണശേഷി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ അതീവ ഞെട്ടലോടെ സമ്മതിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അമേരിക്ക അവരുടെ മേൽ ചുമത്തിയ കടുത്ത സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ ഈ ഒരു അവിശ്വസനീയമായ കുതിപ്പ് തന്നെ എന്നതുകൂടി നാം എല്ലാം ഓർക്കുകയും വേണം. വിദേശത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള സ്പെയർ പാർട്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സാങ്കേതിക സഹായമോ ഇല്ലാതെ തന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മിസൈൽ ലോഞ്ചറുകളും ആയുധ നിർമ്മാണശാലകളും അതിവേഗം പുനഃസ്ഥാപിക്കാൻ ഇറാന് സാധിച്ചിരിക്കുകയാണ്. അത് അമേരിക്കയും ഈ പാശ്ചാത്യ രാജ്യങ്ങളെയും വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചിട്ടുമുണ്ട്. അവർ അതിനെ വൻ ഭീതിയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്തായാലും ഇത് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് വെറുമൊരു സൈനിക പുനർനിർമ്മാണമല്ല, മറിച്ച് തങ്ങളെ തകർത്തുവെന്ന് ആരും കരുതണ്ട എന്നുള്ള ഇറാന്റെ കൃത്യമായ മറുപടി കൂടിയാണ്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശേഷം തകർന്ന മിസൈൽ ലോഞ്ചറുകൾ, ഡ്രോൺ ഫാക്ടറികൾ, ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത്. ഇറാൻ എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്നു എന്നുള്ളതാണ് ഈ ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കൻ ഇന്റലിജൻസ് കരുതിയ നയപരിമിതികൾ അല്ലെങ്കിൽ സമയപരിധികളെക്കാൾ എത്രയോ വേഗത്തിലാണ് ഇറാൻ തങ്ങളുടെ പഴയ ശക്തിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ആശങ്കയും ഭീതിയും നിലനിൽക്കുന്നത് ഇസ്രായേലിനും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. കാരണം ഇറാന്റെ ഡ്രോൺ ആക്രമണ ശൈലിയാണ് അല്ലെങ്കിൽ അവരുടെ ശേഷിയാണ് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ എപ്പോഴും ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ കഴിയുന്ന ഷാഹിദ് പോലുള്ള ഡ്രോണുകൾ ഇതിനോടകം തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ വലിയ രീതിയിൽ പിടിച്ചു പറ്റിയിട്ടുള്ളത് കൂടിയാണ്. യുദ്ധം വീണ്ടും ആരംഭിച്ചാൽ മിസൈലുകളെക്കാൾ വേഗത്തിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൈനിക വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്ക് ആ മേഖലയിൽ കപ്പൽ ഗതാഗതത്തിനും ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സംഭരണ സംവിധാനങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഇത് വലിയൊരു ഭീഷണിയായി മാറുകയും ചെയ്യും. അതേസമയം തന്നെ റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ പിന്തുണ ഇറാന്റെ ഈ വേഗത്തിലുള്ള പുനർനിർമ്മാണത്തിന് പിന്നിലുണ്ട് എന്നുള്ള ചില ഗുരുതരമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈന ഇറാൻ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ നൽകുന്നത് ഇപ്പോഴും തുടരുകയാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പറയുന്നത്. നിലവിലുള്ള കടുത്ത ഉപരോധങ്ങൾ കാരണം ഇത് പരിമിതമാകാതിരിക്കാമെങ്കിലും അല്ലെങ്കിൽ പരിമിതമാണെങ്കിൽ പോലും യുദ്ധകാലത്ത് പോലും ഇറാന്റെ വിതരണ ശൃംഖല പൂർണ്ണമായിട്ട് തകരാത്തതിൻ്റെ പ്രധാന തെളിവായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി
ബെഞ്ചമിൻ നെതന്യാഹു പോലും അടുത്തിടെ ചൈന ഇറാൻ മിസൈൽ നിർമ്മാണ ഘടകങ്ങൾ നൽകുന്നുവെന്ന് പരസ്യമായി ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചൈന ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കൻ സൈനിക നേതൃത്വം പറയുന്നതും അവരുടെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം ഇപ്പോൾ ലോക ശ്രദ്ധയിൽ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുക കൂടിയാണ്. സെൻകോം മേധാവി അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ കോൺഗ്രസിൽ പറഞ്ഞത് അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാൻ്റെ പ്രതിരോധ വ്യവസായ അടിസ്ഥാനത്തെ 90% പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ്. അതിനി ഒരു 10 വർഷത്തോളം പുനഃസ്ഥാപിക്കാൻ അവർക്കാവില്ല എന്നുമാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ അതേസമയം തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വർഷങ്ങളല്ല, വെറും മാസങ്ങൾ മാത്രം മതിയാകുമെന്നാണ് ഇറാൻ്റെ തിരിച്ചുവരവിന് എന്നുള്ളതാണ്. അതായത് യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഫലത്തെക്കുറിച്ച് അമേരിക്കൻ ഭരണ സംവിധാനത്തിനുള്ളിൽ തന്നെ ഒട്ടും യോജിപ്പല്ലാത്ത വ്യത്യസ്ത വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം എന്നത് അതുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US ആക്രമണങ്ങളെ അതിജീവിച്ച് ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലധികം ഇപ്പോഴും യാതൊരു കേടുപാടുകളും കൂടാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചില ലോഞ്ചറുകൾ ആക്രമണ സമയത്ത് മണ്ണിനടിയിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ചിരുന്നതാകാമെന്നും വെടിനിർത്തൽ കാലത്ത് അവ പുറത്തെടുത്തതായിരിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് ഇറാനിയൻ ഡ്രോണുകളും ഇപ്പോഴും സജീവമാണെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ആവർത്തിച്ച് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് അപ്പുറത്തേക്കൊന്ന് നോക്കുകയും ചെയ്യാം. അതായത് ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലും ഒരു നേട്ടവുമില്ല. അവരുടെ എല്ലാം നശിച്ചിട്ടുണ്ട്, സമ്പത്ത് നശിച്ചു, അവരുടെ രാഷ്ട്രീയം ഇപ്പോൾ നശിച്ച് ഏകദേശം പകുതിയായിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിനെ എതിർക്കുന്നവർ സെനറ്റിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതൊന്നും മാത്രമല്ല, അമേരിക്കയുടെ ആയുധ ശേഖരങ്ങളും സൈനികരും വലിയ രീതിയിൽ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആകെ തകർന്ന് നശിക്കുന്ന സമയത്തും, അതായത് ഞങ്ങൾ ഇറാൻ്റെ എല്ലാം തകർത്തു, ഇനി ഇറാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഇറാൻ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇറാൻ നാമാവശേഷമായിരിക്കുകയാണെന്നൊക്കെ അമേരിക്കൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതേ സ്ഥാനത്ത് അവരുടെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയ അതീവ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറം ലോകം കാണുന്നത് വളരെ ഞെട്ടലോടെയാണ്. ഇത് ഇസ്രായേലിനെയും പശ്ചിമേഷ്യയും വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. ഇനി ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തീരദേശ ക്രൂയിസ് മിസൈലുകൾ അതുപോലുള്ള സംവിധാനങ്ങളും ഭൂരിഭാഗവും യാതൊരു കേടുപാടുകളും ഇല്ലാതെ തുടരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ ഇതെല്ലാം എടുത്ത് ഇറാൻ അതിശക്തമായി പ്രയോഗിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇത്രയും വലിയ ധൈര്യത്തോടെ ലോകത്തോട് പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ നിങ്ങൾക്കുള്ള വലിയ പ്രഹരം നൽകിക്കൊണ്ടേയിരിക്കുമെന്ന്, അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ. അവർ അത് വെറുതെ വായുവിൽ നിന്ന് പറയുന്നതല്ല. ഇറാൻ ഇങ്ങനെ പറയുന്നത് അതിന് കൃത്യമായ കാര്യകാരണങ്ങൾ തന്നെ ഇറാൻ്റെ പക്കൽ ഇതെല്ലാം ഇപ്പോൾ സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരം രീതിയിലേക്ക് വളരെ നിർണായകമായിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇറാൻ ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവർ എത്ര വലിയ വെല്ലുവിളികൾ നടത്തിയാലും അല്ലെങ്കിലും ഏത് രീതിയിൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തിയാലും അവർക്കൊരു കുഴപ്പവുമില്ല എന്നാണ് അവർ പറയുന്നത്. യുദ്ധം ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടരുകയാണെങ്കിൽ അതിനെല്ലാം തകർക്കുന്ന രീതിയിലേക്ക് തങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. എന്തായാലും ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ അതിശക്തമായ ആക്രമണങ്ങൾ ഇറാനെ തീർത്തും തകർത്തിട്ടില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. അതായത് ഇറാൻ ഇനി ഒരിക്കലും ആർക്കു മുന്നിലും അടിയറവ് പറയില്ല എന്നും പറഞ്ഞിട്ടില്ല എന്നും ഇറാൻ ഇനി അവസാനിച്ചിട്ടില്ല എന്നും യുദ്ധം താൽക്കാലികമായി അവസാനിച്ച ഉടൻ തന്നെ അതിവേഗം പുനർനിർമ്മാണത്തിലേക്ക് ഇറങ്ങാനുള്ള കഴിവും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ പിന്തുണയും ദീർഘകാല ഉപരോധങ്ങൾക്കിടയിലും തളരാതെ നിലനിന്ന സ്വന്തം പ്രതിരോധ വ്യവസായ സംവിധാനവും ഇറാനെ വീണ്ടും പഴയതിനേക്കാൾ അപകടകാരിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ്. അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഇറാന് നേരെ ഒരു യുദ്ധപാതയിലേക്ക് തിരിയുമോ എന്നുള്ളതാണ്. കാരണം ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവർക്കുള്ളൊരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. ഇറാൻ പൂർണ്ണമായിട്ട് തകർന്നുവന്ന അമിതമായ ആത്മവിശ്വാസത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഇതുവരെ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ കണക്കൂട്ടലായേക്കാം. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ഉപരോധങ്ങളും യുദ്ധങ്ങളും നിരന്തരമായ രഹസ്യാക്രമണങ്ങളും ഒറ്റയ്ക്ക് അതിജീവിച്ച വലിയൊരു ചരിത്രമുള്ള രാജ്യമാണ്. അതൊന്നുകൂടി മനസ്സിലാക്കണം. അവിടെയൊന്നും പാശ്ചാത്യ ശക്തികളുടെ ഈ യന്ത്രങ്ങളൊട്ടും വിലപ്പോവില്ല. വീണ്ടും ഇതാ ചാരത്തിൽ നിന്ന് ഇറാൻ അതിശക്തമായി ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയുടെ അടുത്ത അധ്യായം ഇനി കൂടുതൽ അപകടകരവും അതുപോലെ തന്നെ കടുത്ത അനിശ്ചിതത്വവും നിറഞ്ഞത് കൂടിയായിരിക്കാം എന്നുള്ള വലിയ ആശങ്കകൾ ഇപ്പോൾ ലോകശക്തികളെ ഒരേപോലെ വേട്ടയാടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കേവലം വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാൻ്റെ സൈനിക വീര്യത്തെയോ അവരുടെ ആയുധ നിർമ്മാണ ശേഷിയോ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് ഈ ദ്രുതഗതിയിലുള്ള അതിവേഗത്തിലുള്ള പുനർനിർമ്മാണം വ്യക്തമായി സൂചിപ്പിക്കുന്നത്. താൽക്കാലികമായി ഉണ്ടാകുന്ന വെടിനിർത്തലുകളെ പോലും തങ്ങളുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനുള്ള കൃത്യമായ തന്ത്രമായിട്ടുള്ള അവസരമായിട്ടാണ് ഇറാൻ
ഇതിനെ മുതലെടുത്തിരിക്കുന്നത്. ഈ വേഗതയേറിയ തിരിച്ചുവരവ് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നുകൂടിയാണ്. വരുന്ന ദിവസങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത് വലിയൊരു സുരക്ഷാ വെല്ലുവിളി തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആക്രമണം കൊണ്ട് ഒതുക്കാൻ കഴിയാത്ത ഇറാന്റെ ഈ സാങ്കേതിക പ്രതിരോധ മേഖല ഒരു പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് വരും ദിവസങ്ങളിൽ നയിക്കുകയും ചെയ്യുമെന്നുള്ള വലിയ കാര്യം കൂടി ഇപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ഉറപ്പാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വളരെ ശ്രദ്ധയോടെയും ഭയത്തോടെയും വേണം അമേരിക്കയും ഇസ്രായേലും പശ്ചിമേഷ്യയിലൊക്കെ ഇറാൻ്റെ മുന്നിലേക്ക് പോകാൻ. കാരണം ഇല്ലെങ്കിൽ ഇറാൻ വരുന്ന ആളുകളിൽ മൊത്തത്തിൽ തകർത്ത് കളയുമെന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.